നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകുന്നേരം കൃത്യം 7:07 തന്നെ മോഹൻലാൽ നായകനായി വരാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്യുകയുണ്ടായി. ടീസർ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചൊരു സംശയം ഉണ്ട്. എന്തിനേലും ടീസർ റിലീസ് ചെയ്യുകയുണ്ടായി. ആ ഒരു സമയത്ത് നമുക്കത് കാണാനേ സാധിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ഏരിയയിൽ ഇരുന്നിട്ടുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 മണിക്ക് ശേഷം ഈ ഒരു സ്റ്റുഡിയോ നമുക്ക് ലഭ്യമാവില്ല. കാരണം സൂര്യപ്രകാശം നമുക്ക് ലഭ്യമാവത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിന്റെ റിവ്യൂ ചെയ്യുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് അതിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമ്മളിത് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ഇതിന്റെ റിവ്യൂ എന്നുള്ള രീതിയിലും, പിന്നീട് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ഈ ടീസർ എങ്ങനെയാണ് മറ്റുള്ള ഏരിയകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എഫക്ട് ചെയ്തത് എന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ ഭാഗം മാത്രം കാണുന്നവർക്ക് അത് കണ്ടിട്ട് പോവാം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓക്കെ, നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ കാണാനായിട്ട് ഞാൻ 7:07 തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ടീസർ തുടങ്ങി. സത്യം പറയാലോ, ഫസ്റ്റ് ഡയലോഗ് കേട്ടപ്പോൾ ഒരു സംശയം വന്നു. രണ്ടാമത്തെ ഡയലോഗ് കേട്ടപ്പോഴും സംശയം വന്നു. കാരണം അവർക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്നതിൽ ഞാൻ സ്വയം ചിരിച്ചു. കാരണം ഇത് എമ്പുരാന്റെ ടീസറാണോ അതോ ലൂസിഫറിന്റെ ടീസറാണോ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം സംശയമുണ്ടായിരുന്നു. എന്നാൽ അത് എമ്പുരാന്റെ ടീസർ തന്നെയായിരുന്നു. ലൂസിഫറിന്റെ ഡയലോഗ് വെച്ചിട്ടാണ് തുടങ്ങിയത്. നിങ്ങൾക്ക് എല്ലാവരും കണ്ടു കഴിഞ്ഞാണ്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം കണ്ട വെടിക്കെട്ട്, ഈ സിനിമ മലയാള സിനിമ ലൈഫിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും വെടിക്കെട്ട് ഒരു ടീസർ അല്ലെങ്കിൽ ഇത്രയും വെടിക്കെട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയാം. സിനിമ ഇറങ്ങിയിട്ടില്ല എന്നിരുന്നാൽ പോലും പറയാം, ഇത്രയും ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് വേറെ ഒരു സിനിമയിലും മലയാളത്തിൽ കാണാൻ സാധിക്കത്തില്ല. ഈ ഒരു റേഞ്ചിലുള്ളൊരു വിഷ്വൽസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ നമ്മൾ കണ്ടത് നമ്മുടെ ഫഹദ് ഫാസിലൊക്കെ അഭിനയിച്ച മഹേഷ് നാരായണന്റെ ചിത്രത്തിലാണ്. ആ ഒരു ടേക്ക് ഓഫ് എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമകളുടെ ഒരു ലെവലിന് അപ്പുറത്തോട്ട് പോയ ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഇന്റർനാഷണൽ സിനിമ എന്നൊക്കെ നമുക്ക് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ടേക്ക് ഓഫ് എനിക്ക് തോന്നിയത്. ആ ഒരു ലെവലിലുള്ള സിനിമയാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഈ ഒരു ടീസറിലൂടെ തന്നെ മനസ്സിലാക്കി. വെറും 2 മിനിറ്റിൽ മുകളിൽ മാത്രമുള്ള ഈ ഒരു ടീസറിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഗംഭീര വിഷ്വൽസ്, ഗംഭീര മ്യൂസിക്. മ്യൂസിക് കേട്ടപ്പോൾ അല്ലെങ്കിൽ ആ പാട്ട് കേട്ടപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. പിന്നീടാണ് അറിയുന്നത് അത് ഇന്ദ്രജിത്തിന്റെ മകളാണ് ആ പാടിയിരിക്കുന്നത് എന്നും ആ വരികൾ എഴുതിയിരിക്കുന്നത് പൃഥ്വിരാജാണ് എന്നുള്ളതും. എന്തു തന്നെയാലും അതും ആ ഒരു ടീസറിന് വളരെ ഗംഭീരമായിട്ട് തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിന് സിനിമയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ടീസറിന് വേണ്ടി മാത്രമായിട്ട് തയ്യാറാക്കിയ ഒരു ഗാനമൊക്കെ ആയിരിക്കാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയുമില്ലാതെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ ടീസറിലെ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ 2 കാര്യങ്ങൾ, ഒന്ന് ആ ഒരു വിഷ്വൽസ്, വേറെ നമുക്ക് പറയേണ്ട കാര്യമില്ല, എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഹോളിവുഡ് ലെവലിലുള്ള വിഷ്വൽസ് ആണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പിന്നീട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവലാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു വലിയ ഒരു സിനിമ തന്നെയാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. ആദ്യം പണ്ട് ഇത്, അതായത് ഒരു ആ കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുമ്പോ മറ്റോ ഇത് അനൗൺസ് ചെയ്തത്. ആ സമയത്ത് പറഞ്ഞ ഏകദേശം 60-65 കോടി രൂപയോളം വരുമെന്നാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടീസറിൽ കാണുന്നത് തന്നെ 100 കോടിയുടെ മുതലുണ്ട് എന്നാണ്. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സാധനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിഷ്വല്, ഇതേപോലെ ഒരു ടീസർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരിക്കലും മോശമാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മോഹൻലാലിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് തന്നെയായിരിക്കും ഈ ചിത്രം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു 80% ഉറപ്പിച്ച് പറയാൻ സാധിക്കും, മലയാളത്തിലെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് എമ്പുരാൻ ആയിരിക്കും എന്നുള്ളത്. ഉറപ്പിച്ചോ. ലൂസിഫർ എന്ത് നേടിയോ അതിന്റെ 2-3 ഇരട്ടി നേടാനുള്ള കെൽപ്പ് ഈ ഒരു ചിത്രത്തിനുണ്ടാവും. ഇതൊരു മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സിനിമയായിരിക്കില്ല എന്നുള്ളത് ഗ്യാരണ്ടി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും പല കമന്റുകളൊക്കെ താഴെ ഇടാൻ തോന്നുമായിരിക്കും. പക്ഷെ ഇട്ടോളൂ, എന്നിരുന്നാൽ പോലും പറയുകയാണ്, ഈ ഒരു സിനിമ കേരളത്തിൽ മാത്രം, മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സിനിമയായിരിക്കില്ല. ഇത് മറ്റ് ഭാഷകളിലേക്കും ചേക്കേറും എന്ന് തന്നെ പറയാം. അവിടെയും ഹിറ്റടിക്കും എന്നുള്ളൊരു കാര്യത്തിലും സംശയം വേണ്ട. ഗംഭീരമായിട്ടുള്ള ഐറ്റം ആയിരിക്കും
സിനിമയായിരിക്കും. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ OTT-യിൽ ഇറങ്ങിയതിനു ശേഷം ഹിന്ദിയിൽ നിന്നെല്ലാം വലിയ റിവ്യൂസും വലിയ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടും കിട്ടിയ ഒരു ചിത്രമാണ്. ആ ഒരു ചിത്രത്തിന്റെ ആ ഒരു ഇമ്പാക്ട് ഈ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ഈ ഒരു ചിത്രത്തിനും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദിയിലും ഈ സിനിമയ്ക്ക് നല്ല കാര്യമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. ഇത് വേൾഡ് വൈഡ് മലയാള സിനിമയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു കാര്യത്തിലും സംശയം വേണ്ട, ഉറപ്പിക്കാം. ഇനി നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ടീസർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പണ്ടൊന്നും ടീസർ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ടീസർ എന്ന് പറയുന്ന ട്രെയിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ടീസർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സംഭവം വന്നു. കാരണം ട്രെയിലർ എന്ന് പറയുമ്പോൾ 2.5 മിനിറ്റോളം ദൈർഘ്യമുള്ള സംഭവമായിരിക്കും എന്നുള്ളതും, ടീസർ എന്ന് പറയുമ്പോൾ 1 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു സംഭവമായിരിക്കും എന്നുള്ള രീതിയിലാണ് തുടക്കം അതിനെ മനസ്സിലാക്കിയത്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത് ടീസർ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു ക്യാരക്ടറിനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു രംഗമായിരിക്കും. ഇപ്പോൾ മോഹൻലാലിന്റെ ചിത്രമാവുമ്പോൾ മോഹൻലാലിനെ ഒന്ന് കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു സംഭവം കാണിക്കുന്ന ഒരു രംഗമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ കാഴ്ചപ്പാടൊക്കെ മൊത്തം ഇളക്കി മറിച്ചുകൊണ്ട് 2 മിനിറ്റിന് മുകളിൽ ദൈർഘ്യമുള്ള സിനിമയുടെ പല ഗംഭീര രംഗങ്ങളും കാണിച്ചുകൊണ്ടുള്ള ഒരു ടീസർ. അപ്പോൾ ഇത് ആണോ ടീസർ, അതാണോ ടീസർ, ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ഇതിനകത്ത് നേരത്തെ ഇത് പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു സംഭവമുണ്ട്. ഒരു മരം കത്തുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു, വേറെ ലെവൽ വിഷ്വൽ കേട്ടോ. അതൊന്നും ഒരു രക്ഷയില്ലാതെ സാധനമായി പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇതിന്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഈ സിനിമയുടെ ഈ ട്രെയിലറാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതായത് 15 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ട്രെൻഡിങ് നമ്പർ 1ലേക്ക് കയറിയ സംഭവം ഇതുവരെയായിട്ടും നമ്പർ 1ൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. 15 മണിക്കൂർ കൊണ്ട് മലയാളത്തിൽ റിലീസ് ചെയ്ത ട്രെയിലർ 40 ലക്ഷത്തോളം 39.5 ലക്ഷത്തോളമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളത്. ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും 40 ലക്ഷം കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം ഓർക്കുക. നമ്പർ 1 ആയിട്ട് തന്നെ ട്രെൻഡിങ്ങിൽ തുടരുന്ന ഈ ഒരു ട്രെയിലർ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ 11 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ആ 11 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്ന ആ ട്രെയിലർ നമ്പർ 7 ആയിട്ട് ട്രെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ട്രെൻഡിങ്ങിൽ 2 പൊസിഷൻ ഇപ്പോൾ കീപ്പ് ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ ട്രെയിലറാണ്. ഇത് സൂചിപ്പിക്കുന്നത്, അതായത് ലൈക്കയുടെ ട്രെയിലർ കണ്ടിരിക്കുന്നത് മലയാളികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അധികവും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെയുള്ള കമന്റുകളാണ് കാണുന്നത്. അത് നമ്മൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ബാക്കി അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. എന്ത് തന്നെയാലും ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇത് കേരളത്തിന് പുറത്തും വലിയ ഹിറ്റായി മാറുമെന്നുള്ളത്. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അതിന്റെ വിഷ്വൽസും നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷെ സത്യത്തിൽ ആ ഒരു പ്രവണതയെ ഞാൻ ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് ഫ്രീ ആയിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ കണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കാശ് കൊടുത്തിട്ടാണ് അത് കണ്ടത് എന്നുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്രൊമോഷൻ ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു പ്രവണത നമ്മൾ കാണുന്നത് തെലുങ്കിലും ആണ് ഇത് തുടങ്ങിയത്. തമിഴിലും പിന്നെ കുറച്ചൊക്കെ വന്നിരുന്നു എന്നുണ്ടെങ്കിലും തെലുങ്ക് തന്നെയാണ് ഇപ്പോഴും ആ ഒരു പ്രവണതയിൽ ട്രെയിലറിന് വേണ്ടി തിയേറ്റർ എടുത്തിട്ട് നടത്തുന്ന പരിപാടി. പക്ഷെ അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ളൊരു രീതിയാണെന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അല്ലാതെ തന്നെ അതിന് നല്ല റീച്ച് കിട്ടും. പിന്നെ എന്തിനാണാവോ അങ്ങനെ ചെയ്തത്? ഇനി ഫാൻസുകാർ ചെയ്തതാണോ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അതൊരു വലിയൊരു തുടക്കമായിരിക്കും. അതാണ് ഈ പ്രശ്നം. കാരണം ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇനി വരാൻ പോകുന്ന പല സിനിമകൾക്കും ഇതേ രീതിയിലുള്ള കലാപരിപാടികൾ കാണാൻ സാധിക്കും. അപ്പോൾ അത് പിന്നീട് വലിയ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് തന്നെ മാറാനും സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എത്ര തിയേറ്ററുകൾ തെലുങ്കിൽ തല്ലി തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിപാടിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫാൻസുകാരൊക്കെ യൂട്യൂബിലൊക്കെ ഇന്ന് തകർക്കുന്നുണ്ട്, ഗ്രൂപ്പുകളിലൊക്കെ ഇരുന്ന് തകർക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പക്ഷെ ആ തിയേറ്റർ തന്നെ നശിപ്പിച്ച് കളയുന്ന പരിപാടിയാണ് ഭാവിയിൽ വരാൻ പോകുന്നത്. കാത്തിരിക്കാം. ഈ ഒരു സിനിമ വലിയ വിജയമായിരിക്കുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും സംസാര വിഷയമാവാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നുള്ളതും കൂടി ഇപ്പോൾ പറയുന്നു. അതൊരു വലിയ ഡയലോഗായിട്ട് തോന്നുമായിരിക്കും എന്നുണ്ടെങ്കിലും അത് സത്യമായിരിക്കും എന്നുള്ളതും കൂടി ഉറപ്പിക്കുക. നന്ദി, നമസ്കാരം.